ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ട്രാവൽ ചെയ്യാൻ പോകുന്നത് ലോകത്തിലെ തന്നെ സമ്പന്ന രാജ്യങ്ങളിൽ ഒന്നായ ഏറ്റവും വൃത്തിയുള്ള സിറ്റികളിൽ ഇടം നേടിയിട്ടുള്ള ഖത്തറിലെ ദോഹയിലേക്കാണ്. അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ ഒരു ഇൻട്രോ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ ദുബായും ഇതുപോലെ തന്നെയല്ലേ എന്ന്. പക്ഷേ ദുബായിനേക്കാൾ റിച്ച് ആയിട്ടുള്ള ഒരു കൺട്രി തന്നെയാണ് ഖത്തർ. പക്ഷേ 2022 ഫിഫ വേൾഡ് കപ്പോടുകൂടിയാണ് ലോകം ഖത്തറിലേക്ക് വരാൻ തുടങ്ങുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഈ ഒരു ട്രാവൽ ചെയ്യുന്നത് ഫെബ്രുവരി 3rd വീക്കാണ്. ഓസ്ലോ നിന്നും രാവിലെ 8:30 പുറപ്പെടുന്ന ഖത്തർ എയർവേസിൽ വൈകുന്നേരം 5 മണിക്കാണ് നമ്മൾ ദോഹ ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തുന്നത്. നമ്മൾ വിസ എടുത്തിട്ടുള്ളത് ഹയ്യ സിംഗിൾ എൻട്രി വിസയാണ്. ഇത് 90 ദിവസം വാലിഡിറ്റി ഉണ്ട്. അതുപോലെ തന്നെ സിംഗിൾ എൻട്രിയിൽ 30 ഡേ വരെ നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാവുന്നതാണ്. നമ്മൾ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഒരു 1-1.5 മണിക്കൂർ കൊണ്ട് ദോഹ സിറ്റി മൊത്തം ഒരു ഡ്രൈവിൽ നമ്മൾ കണ്ടു തീർത്തു. കോർണിഷ്, മിയ പാർക്കൊക്കെ ശരിക്കും നൈറ്റിൽ കാണേണ്ട വ്യൂ തന്നെയാണ്. ദോഹയിൽ ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും നമുക്ക് ഒത്തിരി പരിചയക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ബസ് എടുക്കണോ ടാക്സി വിളിക്കണോ അങ്ങനത്തെ യാതൊരു കൺഫ്യൂഷനും വന്നിട്ടില്ല. അവർ നമ്മളെ കാറുമായിട്ട് കൂട്ടാൻ വന്നു. ദോഹ സിറ്റി മൊത്തത്തിലൊന്ന് കാണിച്ചു തന്നു. പിന്നെ അറേബ്യൻ കൺട്രീസിലെ നൈറ്റ് വൈബ് എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യലാണ്. അപ്പം നമ്മൾ അത് കാണാൻ വേണ്ടിയിട്ട് സൂക്ക് വാക്കിഫിലാണ് കുറച്ചധികം നേരം സ്പെൻഡ് ചെയ്തത്. നമ്മൾ ഈ ഒരു വെക്കേഷൻ പുറപ്പെടുന്നതിൻ്റെ ഒരു 2-3 ദിവസം മുന്നേ ഇഷു സിക്കായിരുന്നു. അപ്പോൾ കുറച്ച് ബെറ്റർ ആയ സമയത്താണ് നമ്മൾ ട്രിപ്പ് പുറപ്പെടുന്നത്. എന്നാൽ പോലും ഇഷുവിന് നമ്മളെക്കാൾ കൂടുതൽ ടെൻഷനായിരുന്നു. അവൾക്ക് വയ്യാണ്ടാവുമോ, അവളൊക്കെ ബുദ്ധിമുട്ടാവുമോ എന്നൊക്കെ. സൂക്ക് വാക്കിഫിലെത്തി ഒരു പിങ്ക് പെയിന്റ് ഒക്കെ അടിച്ച് ചെറിയൊരു കുതിരക്കുട്ടി, അതിനെ കണ്ടാൽ നമുക്കൊരു പോണിയായിട്ട് തോന്നും. അതിനെ കണ്ടപ്പം അവൾ തന്നെ പറഞ്ഞു എനിക്ക് അതിനെ റൈഡ് ചെയ്യണമെന്ന്. അപ്പോൾ അവൾക്ക് കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് ആയി. ഓക്കെ, അവൾ ഓക്കെ ആണെന്നുള്ള രീതിയിൽ വന്നത് അപ്പോഴാണ്. നമ്മൾ ദോഹയിൽ എത്തിക്കഴിഞ്ഞാൽ കോർണിഷ് ആണേലും മറ്റ് സ്ഥലങ്ങളാണേലും നൈറ്റ് ആക്റ്റീവ് ആകും. എന്നാൽ ഒരു അറേബ്യൻ സ്റ്റൈലിലെ വൈബ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ സൂക്കിൽ തന്നെ വരണം. സൂക്ക് ട്രഡീഷണൽ മാർക്കറ്റാണ്. എന്നാൽ പോലും 2006 പുതിയതായിട്ട് റിനോവേഷൻ കഴിഞ്ഞതാണ്. പക്ഷെ നമ്മൾ ആ ഒരു ഏരിയയിൽ എത്തിയാൽ നമുക്ക് മനസ്സിലാവില്ല അത് റിനോവേറ്റ് ചെയ്ത ഒരു ഏരിയ ആണ്. കാരണം അവർ ആ ഒരു ബിൽഡിങ്സിൻ്റെ കളറാണെങ്കിലും മെറ്റീരിയൽ ആണെങ്കിലും ഒക്കെ ആ ഒരു സെയിം രീതിയിൽ തന്നെയാണ് റിനോവേഷൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈവനിങ് കഴിഞ്ഞാലാണ് സൂക്ക് ആക്റ്റീവ് ആവുന്നത്. അറേബ്യൻ മ്യൂസിക്, അവരുടെ ഊതിൻ്റെ സ്മെല്ല് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു നൈറ്റ് വൈബ് തന്നെയാണ് സൂക്ക്. നമ്മൾ ദോഹയിൽ 2 നൈറ്റാണ് സ്റ്റേ ഉള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റേ എടുത്തിട്ടുള്ളത് അൽ ജസീറ സ്ട്രീറ്റിലെ ലാമൈസൺ ദോഹ എന്ന് പറയുന്ന ഹോട്ടലിലാണ്. അത്യാവശ്യം നമുക്ക് സർവീസ് ആണെങ്കിലും നീറ്റ് ആണെങ്കിലും ഒക്കെ മറ്റൊരാൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ല സ്റ്റേ തന്നെയാണ്. ആ ഒരു സ്റ്റേയുടെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ കാണുന്ന സ്ട്രീറ്റിൽ മെയിനായിട്ട് റെസ്റ്റോറൻറ്റ്സ് ആണ്. അപ്പോൾ ഈവനിങ് ഒക്കെ നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ നാട്ടിലൊക്കെ ഉള്ളൊരു ഫീലാണ്. കാരണം നമുക്കൊരു നാടൻ ചായ കടിയൊക്കെ കിട്ടുന്ന അങ്ങനെ നല്ല രസമുള്ള വൈബുള്ള ഒരു ഏരിയ തന്നെയാണത്. നമ്മൾ ദോഹയിൽ ആദ്യത്തെ ദിവസം മോർണിംഗ് ഇസ്ലാമിക് മ്യൂസിയം അല്ലെങ്കിൽ നാഷണൽ മ്യൂസിയം കവർ ചെയ്യണം എന്നായിരുന്നു പ്ലാന്. പക്ഷെ നമ്മളിപ്പോൾ പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ്. കാരണം ഇഷുവിന് രാത്രി ഫുള്ള് നല്ല പനിയായിരുന്നു. നമുക്ക് ദോഹയിൽ റെസിഡൻസ് പെർമിറ്റ് ഇല്ല, നമ്മൾ അവിടെ ടൂറിസ്റ്റ് ആണ്. എന്നാൽ പോലും നമ്മൾ സിക്ക് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പാസ്പോർട്ട് വെച്ചിട്ട് ഡോക്ടേഴ്സ് അപ്പോയിൻമെൻറ്റ് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളെ കസിൻസ് റെക്കമെൻഡ് ചെയ്താണ് റയ്യാദ എന്ന് പറയുന്ന ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ. ശരിക്കും ഹോസ്പിറ്റൽ നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞു. കാരണം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കയറുമ്പോൾ ഡോറ് തുറക്കാൻ നിൽക്കുന്ന സെക്യൂരിറ്റി തൊട്ട് ഡോക്ടർ വരെ മലയാളികളായിരുന്നു, പ്രത്യേകിച്ച് കോഴിക്കോട്ടുകാർ. ഞാൻ സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ കോഴിക്കോട് കുറച്ചാലും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റയ്യാദയിൽ പോയപ്പം ശരിക്കും എനിക്ക് സ്റ്റാർ കെയർ പോയ ആ ഒരു ഫീലിംഗ് ആണ് കേട്ടോ കിട്ടിയത്. നമ്മൾ ഒരു പ്ലേസ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവിടെ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഫുഡ് എന്താണെന്ന് കൂടി അന്വേഷിക്കും. അങ്ങനെ എല്ലാവരും ഒരുപോലെ പറഞ്ഞൊരു പേരാണ് ദനാത്ത് ഫിഷ് ബാർബിക്യൂ റെസ്റ്റോറൻറ്റ്. ശരിക്കും സൂക്ക് വാക്കിഫിൽ തന്നെയാണത്. അത് തുറക്കുന്നത് ഏകദേശം ഒരു ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷമാണ്. അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഫ്രീ ആയി വന്നപ്പം കറക്റ്റ് ആ ഒരു സമയമായിരുന്നു. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ദനാത്തിലേക്കാണ് പോയത്. അവിടെയും നമ്മൾ ഞെട്ടിക്കാൻ വേണ്ടിയിട്ട് മലയാളികൾ ഉണ്ടായിരുന്നു. അവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രഷ് ഫിഷാണ് അവർ കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ഫ്രഷ് ഫിഷിൽ ഏതാണോ നമുക്ക് വേണ്ടത്
അത് ഏതൊരു രീതിയിൽ എത്ര സ്പൈസിയിൽ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞാൽ അവർ അതുപോലെ കുക്ക് ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫിഷിന്റെ വെയിറ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ പൈസ പേ ചെയ്യുന്നത്. അപ്പം നമുക്കിതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പോൾ അവർ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്തു. ഏത് ഫിഷാണ് നല്ല ടേസ്റ്റിൽ, അതെങ്ങനെ ചെയ്താലാണ് ടേസ്റ്റ് ഉണ്ടാവുക എന്നൊക്കെ അവർ തന്നെയാണ് നമുക്ക് റെക്കമെൻഡ് ചെയ്ത് തന്നത്. അവിടെ ഫ്രഷ് ഫിഷ് ആയതുകൊണ്ട് തന്നെ അത് കുക്ക് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് 45 മിനിറ്റിന് മേലെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ സൂക്ക് ഒന്നുകൂടി ഒന്ന് കറങ്ങി. അതിൻ്റെ താഴെയായിട്ട് ഉള്ളിലൊരു പള്ളിയുണ്ട്. അതിന് സൈഡിലായിട്ട് അവർ ഹാൻഡ് മെയ്ഡ് ആയിട്ട് തസ്ബിമാലകൾ ഉണ്ടാക്കുന്നുണ്ട്. ശരിക്കും നല്ല രസമുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്. അവിടുത്തെ ഫുഡ് ഒരു രക്ഷയില്ല. പിന്നെ അത് കഴിക്കുന്നത് ഒരു ഓപ്പൺ സ്പേസ് പോലെയാണ്. കാറ്റൊക്കെ കൊണ്ട് നല്ല രസമുള്ളൊരു വൈബ് തന്നെയാണത്. നമ്മൾ ദോഹ സിറ്റി കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് ഡേ ആണ്. എന്നാൽ പോലും സൂക്കിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും. കോർണിഷ് ആണെങ്കിലും ഇസ്ലാമിക് ആർട്ട് സെന്റർ ഒക്കെ ആണെങ്കിലും ഒക്കെ അടുത്തടുത്താണ്. എന്നാലും ഒരു സ്ഥലത്തു നിന്ന് അടുത്തൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഊബർ ആണ് വിളിച്ചിട്ടുള്ളത്. കാരണം പ്രൈവറ്റ് ടാക്സി ഒരു തവണ വിളിച്ചപ്പോൾ നമുക്ക് കുറച്ചുകൂടി കോസ്റ്റ്ലി ആയിട്ട് തോന്നി. നമ്മളെ ദോഹ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അട്രാക്റ്റ് ചെയ്തിട്ടുള്ളത് ഖത്തർ ഇൻലാൻഡ് സീ ഡെസേർട്ട് ആണ്. അതായത് ഒരു കടല് മരുഭൂമിയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലം. അത് ഈ ലോകത്ത് ഒറ്റൊരെണ്ണേ ഉള്ളൂ. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ലിസ്റ്റിലുള്ള നേച്ചുറൽ വണ്ടേഴ്സിൽ പെടുന്ന ഒരു പ്ലേസ് ആണിത്. ദോഹയിൽ നിന്നും ഏകദേശം 1 മണിക്കൂർ ഡ്രൈവ് ആണ് ഇങ്ങോട്ടുള്ളത്. അതിനുശേഷം ഡെസേർട്ട് സഫാരി ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു ഇൻലാൻഡ് സീ ഡെസേർട്ടിൽ എത്താൻ വേണ്ടിയിട്ട്. നമ്മളെ ഏകദേശം ഒരു ഉച്ചയ്ക്ക് 2 മണിയായപ്പം അവർ സൂക്കിന്ന് പിക്ക് ചെയ്തു. ഒരു 3 മണി 3:15 ആയപ്പം നമ്മൾ ഇവരുടെ ഒരു ഹബ്ബിലെത്തി. ഈ ഒരു ഹബ്ബിൽ ഈവനിങ് ആണ് അവരുടെ ഒരു വൈബ് വരുന്നത്. അപ്പം നമ്മളൊരു 3 മണിയായപ്പം എത്തി. അവിടെ നിന്ന് ആദ്യം ചെറിയൊരു ക്യാമൽ റൈഡ്, അതിനുശേഷം എല്ലാവരും കൂടി ഇരുന്ന് ഒരു കോഫി, അതിനുശേഷമാണ് നമ്മൾ ഡെസേർട്ട് സഫാരി പുറപ്പെടുന്നത്. നമ്മൾ ഈ ഒരു ഡെസേർട്ട് സഫാരി ബുക്ക് ചെയ്തിട്ടുള്ളത് ഗെറ്റ് യുവർ ഗൈഡ് വഴിയാണ്. അതിൽ പല രീതിയിലുള്ള ബുക്കിംഗ് നമുക്ക് കാണാൻ പറ്റും. അപ്പം നമ്മൾ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഉള്ള രീതിയിലുള്ള ബുക്കിംഗ് ആണ് എടുത്തിട്ടുള്ളത്. അതായത് ഒരാൾക്ക് 1000 നോക്ക് അഥവാ ഒരു 8000 INR റേറ്റ് വരും. പക്ഷെ നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെ വന്ന് അവർ പിക്ക് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഹോട്ടലിൽ അവർ ഡ്രോപ്പും ചെയ്യും. നമ്മൾ ഓൾറെഡി ദുബായ് വിസിറ്റ് ചെയ്ത സമയത്ത് ഡെസേർട്ട് സഫാരി ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ഡെസേർട്ട് സഫാരിയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ വനഭൂമിയിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ആ കടലിന്റെ വ്യൂ ആണ് കിട്ടുന്നത്. ശരിക്കൊരു ഭയങ്കര ഒരു ഡിഫറൻസ് ആണ്. സ്കൈയുടെ ബ്ലൂ, കടലിന്റെ ബ്ലൂ, പിന്നെ ആ ഒരു ഫുൾ സാൻഡ്, അതൊരു ഭയങ്കര ഒരു പ്രത്യേകത തന്നെയാണ്. ഡെസേർട്ട് സഫാരി ദുബായ് ആണോ ഖത്തറാണോ ബെറ്റർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നമുക്കത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം അത് രണ്ടും 2 ലെവലാണ്. ഖത്തറിൽ വരുന്നത് ഇൻലാൻഡ് സീ ഡെസേർട്ട് ആണ്. അപ്പം നമുക്ക് മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ആ ഒരു കടലിന്റെ വ്യൂ ആണ്. പക്ഷേ അബുദാബി ഏരിയയിൽ വരുന്ന ഡ്യൂൺസ് കുറച്ചുകൂടി വലുതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഒരു പാക്കേജിൽ നെക്സ്റ്റ് വരുന്നത് ഫോട്ടോ സെക്ഷൻ ആണ്. അതിന് വേണ്ടിയിട്ട് അവർ നിർത്തി തരുന്നത് ഈ ഒരു ഡെസേർട്ടിന്റെ നടുക്കൊരു ലേക്ക് ഉണ്ട്. ശരിക്കും ഭയങ്കര ഒരു അത്ഭുതമാണ് അത് കാണുമ്പോൾ. ഡെസേർട്ടിന്റെ നടുക്ക് കുറച്ച് വെള്ളം ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അവിടെ അവർ ഫോട്ടോ സ്പോട്ട് ആയിട്ടാണ് യൂസ് ചെയ്തത്. കാരണം അത്ര രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട് ആ ഒരു സ്ഥലം. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മളെ കൂടെ വന്ന ഗൈഡ്. അവർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഫോട്ടോ എടുക്കാനാണെങ്കിലും വീഡിയോ എടുക്കാനാണെങ്കിലും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു നമുക്ക്. നമ്മുടെ പാക്കേജിൽ സാൻഡ് ബോർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ സാൻഡ് ബോർഡ് ഇറങ്ങിയിട്ട് ആദ്യം ട്രൈ ചെയ്തത് ഇഷു ആണ്. ശരിക്കും ഇഷു രാവിലെ ഹോസ്പിറ്റലിൽ പോയി ആൻറ്റിബയോട്ടിക് ഒക്കെ കഴിച്ചൊന്ന് തല പൊങ്ങിയുള്ളൂ. പക്ഷെ ഡെസേർട്ടിലെത്തിയപ്പം അവൾ നല്ല ആക്റ്റീവായി. ഇപ്പോൾ സാൻഡ് ബോർഡ് എടുത്തപ്പോൾ തന്നെ അവൾ പറഞ്ഞു അവൾ ഫസ്റ്റ് ചെയ്യാന്ന്. അപ്പോൾ അവർക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം ഇഷു ചെറുതല്ലേ. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പം എല്ലാവർക്കും കോൺഫിഡൻസ് ആയി. കാരണം വലിയ ആൾക്കാർക്കും അത് ചെയ്യാൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് വന്നു. സാൻഡ് ബോർഡ് ശരിക്കും അവർ സാൻഡ് ബോർഡായിട്ടല്ല സ്ലഡ്ജർ പോലെയാണ് ചെയ്യുന്നത്. കാരണം അത് അത്യാവശ്യം വലിയ സ്ലോപ്പാണ്. അപ്പോൾ ഇഷ്യൂ ആണെങ്കിൽ ഓരോ തവണ ഇറങ്ങി സാൻഡ് ബോർഡ് ചെയ്ത് തിരിച്ചു കയറുമ്പോഴും കാറിൽ കയറിയിട്ടാണ് ഷൂ ഒക്കെ ക്ലീൻ ചെയ്യുന്നത്. പക്ഷെ അതിനൊന്നും കുഴപ്പമില്ല. അവർ നമുക്ക് എങ്ങനെയാണോ കംഫർട്ട് അതുപോലെ എന്നുള്ള രീതിയിലാണ് അവരും. ആദ്യം തുടങ്ങിയപ്പോൾ നമുക്ക് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ ചെയ്ത് വന്നപ്പോൾ നല്ല രസമായി. കാരണം ആദ്യത്തെ റൗണ്ട് അവർ കുറച്ച് സ്ലോ ആയിട്ടാണ് നമ്മളെ തള്ളി വിടുന്നത്. പക്ഷെ രണ്ടാമത്തെയും മൂന്നാമത്തെയും റൗണ്ടിൽ വരുമ്പോൾ അവർ നമ്മളെ ഒന്ന് ഇതാക്കും. അതായത് പകുതി കഴിയുമ്പോൾ നമ്മൾ തലകുത്തി വീഴും താഴെ മണലിൽ. അപ്പോൾ രസമായിരുന്നു. പിന്നെ ഈ ഒരു ട്രിപ്പിൻ്റെ ലാസ്റ്റ് എന്ന് പറയുന്നത് സൺസെറ്റ് ആണ്. അത് ഇൻലാൻഡ് സീയിലാണ് നമ്മൾ കാണുന്നത്.
ഫൈനലി നമ്മൾ നമ്മുടെ ഡ്രീം ലൊക്കേഷൻ ആയിട്ടുള്ള ഇൻലാൻഡ് സീ ഡെസേർട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ കടലിനപ്പുറത്ത് കാണുന്ന ഏരിയ എന്ന് പറയുന്നത് അത് സൗദി അറേബ്യയാണ്. നമ്മൾ നിൽക്കുന്നത് ഖത്തറിലുമാണ്. നമ്മളെ ടൈമിംഗ് എന്ന് പറയുന്നത് ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു. കാരണം നമ്മൾ അവിടെ എത്തുമ്പം ആ ഒരു സൺസെറ്റിന് തൊട്ട് മുന്നുള്ള മൊമെന്റ് ആണ്. അപ്പൊ കറക്റ്റ് ആ ഒരു സൺസെറ്റ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയം നമുക്ക് അവിടെ ഉണ്ട്. അത് മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം അങ്ങനെ ഒരു സൺസെറ്റ് നമ്മൾ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു പാക്കേജ് എന്ന് പറയുന്നത് 4 മണിക്കൂറാണ്. അതിൻ്റെ കൂടെ നമ്മുടെ പിക്കപ്പും ഡ്രോപ്പും വരും. അപ്പോൾ ഈവനിങ് നമ്മൾ എവിടെയാണോ സ്റ്റേ ഉള്ളത് അല്ലെങ്കിൽ നമുക്ക് എവിടെയാണോ പോകേണ്ടത് ആ ഒരു ലൊക്കേഷനിൽ അവർ നമ്മളെ ഡ്രോപ്പ് ചെയ്ത് തരും. അപ്പം നമ്മൾ ഹോട്ടലിലേക്കാണ് പോയത്. ഹോട്ടലിൽ പോയി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം, അറേബ്യൻ കൺട്രി ആണ്, ഒത്തിരി ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരെയും ഇൻഡിവിജ്വലി മീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം നൈറ്റ് നമുക്ക് ഒരു ഫാമിലി ഗ്യാതറിങ് അല്ലെങ്കിൽ ഫാമിലി ഡിന്നറാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ശരിക്ക് നെട്ടിപ്പോയി എന്ന് തന്നെ പറയാം. കാരണം ഫാമിലി ഗ്യാതറിംഗ് ആണ്, നമുക്ക് ഡിന്നർ എല്ലാവരും ഒരുമിച്ച് കഴിക്കുക എന്നൊക്കെയായിരുന്നു പ്ലാന്. പക്ഷെ ഇത്രയും ആളുകൾ ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതുപോലെ ആരും മിസ് ചെയ്തിട്ടില്ല. എല്ലാവരും ഓടി, എല്ലാ തിരക്കുകളൊക്കെ മാറ്റി വെച്ച് ഓടി വന്നു, എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. ശരിക്കും അതൊരു ഭയങ്കര ഒരു സ്പെഷ്യൽ മൊമെന്റ് തന്നെയായിരുന്നു നമ്മളുടെ ആ ഒരു വെക്കേഷൻ ടൈമിൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ്. അപ്പോൾ ഇൻലാൻഡ് സീ ഡെസേർട്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഡേ നമ്മളൊരു ഫുൾ ഡേ ദോഹ സിറ്റി കവർ ചെയ്യാനാണ് പ്ലാന്. അപ്പോൾ വീഡിയോ എല്ലാവരും മൊത്തം കാണാൻ വേണ്ടി ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.